بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين والصلاة والسلام الأتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين وبعد സഹോദരന്മാരെ, നമ്മൾ ഇന്ന് മുതൽ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ഹദീസുകൾ അത് ക്രോഡീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ അന്ന് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ജീവിച്ച നാൾ മുതൽ ഇങ്ങോട്ട് അതെങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടു, നമുക്കായിട്ട് മുൻകാല തലമുറ പിൽക്കാലത്തേക്ക് അതെങ്ങനെ രചനയിലൂടെ കൈമാറ്റം ചെയ്തു എന്നതാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അല്പം ഒരു നീണ്ട വിഷയമാണ്. എന്നാലും നമ്മൾ ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി ഈ ഒരു വിഷയം അതിനോട് നീതി പുലർത്തി ഒരു അവതരണമാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. എന്താണ് സുന്നത്ത്? എന്താ സുന്നത്ത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകൾ. അതേതാ ചര്യകൾ എന്ന് പറഞ്ഞാൽ നബിയുടെ വാക്കുകൾ, പ്രവൃത്തികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകാരം നൽകിയ കാര്യങ്ങൾ അല്ലേ. മാ ഉസിറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീർ. നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞതിൻ്റെ അറബി അതാണ്. തിരുചര്യകൾ, തിരുമൊഴികൾ, തിരുനബി അംഗീകാരം നൽകിയ വിഷയങ്ങൾ, ഇതിനാണ് സുന്നത്ത് എന്ന് പറയാം. ആ സുന്നത്തുകൾ ക്രോഡീകരിക്കപ്പെട്ടത് അല്ലേ 1-ാം നൂറ്റാണ്ടിൽ ആണ്. കർണുൽ അവൽ തദ്വീൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തദ്വീനു സുന്നത്തിൻ്റെ ക്രോഡീകരണം. അത് 1-ാം നൂറ്റാണ്ടിൽ, പിന്നെ 2-ാം നൂറ്റാണ്ടിൽ, 3-ാം നൂറ്റാണ്ടിൽ, 4-ാം നൂറ്റാണ്ടിൽ, 5-ാം നൂറ്റാണ്ടിൽ, ഇങ്ങനെ ഓരോ നൂറ്റാണ്ടുകളിലും എങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതേപോലെ ആരാൽ ക്രോഡീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ ക്രോഡീകരണത്തിൻ്റെ സവിശേഷതകളും പ്രത്യേകതകളും ഓരോ നൂറ്റാണ്ടുകളിലും അതെങ്ങനെ, അതാണ് ഇവിടെ ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കുമ്പോൾ സുന്നത്തിൻ്റെ മഹത്വവും സുന്നത്തിൻ്റെ വലിപ്പവും അതിൻ്റെ പ്രത്യേകതയും അതൊക്കെ നമുക്ക് ബോധ്യപ്പെടും. സുന്നത്ത് എന്ന് പറഞ്ഞെങ്കിൽ അതൊരു നിസ്സാര സംഗതിയല്ല എന്നതാണല്ലോ. നാളുകൾക്ക് സുന്നത്ത് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അതൊരു നിസ്സാര വിഷയമാണ്. ആർക്കും എന്തും കയറി ചെയ്യാവുന്ന വിധം ഒരു വിഷയമാണ് സുന്നത്ത്. പക്ഷേ പൂർവികർ എങ്ങനെയാണ് ഈ സുന്നത്തുകളെ കൈകാര്യം ചെയ്തത്, അവർ സുന്നത്തിനോട് എങ്ങനെയാണ് സമീപിച്ചത്, എങ്ങനെയാണ് ഈ സുന്നത്തുകൾ അവർ പിൽക്കാലത്തേക്ക് കൈമാറ്റം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു അന്വേഷണത്തിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് ബോധ്യപ്പെടും. തദ്വീനു സുന്ന ഫിൽ ഖർണിൽ അവൽ, അത് നമ്മുടെ ആദ്യം. അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് രചനയിലൂടെ സുന്നത്ത് ക്രോഡീകരിക്കപ്പെടണമെങ്കിൽ രചിക്കുന്ന ആളുകൾ വേണം അല്ലേ, എഴുതുന്ന ആളുകൾ വേണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളുകളിൽ
എഴുത്തുകാരുണ്ടായിരുന്നു. റസൂൽ നിയോഗിക്കപ്പെട്ടത് ആരിലേക്കാണ്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ. റസൂലുള്ള എന്നെ അള്ളാഹു നിയോഗിച്ചത് ആരിലേക്കാണ്? ഉമ്മീയിലാണ്. ഉമ്മീൻ എന്ന് പറഞ്ഞാൽ നിരക്ഷരരാണ്. അതവിടുത്തെ പൊതു ആളുകളുടെ സ്വഭാവമാണ്. അവർ നിരക്ഷരരായിരുന്നു. പക്ഷെ അതിൻ്റെ അർത്ഥം എഴുത്തുകാരുണ്ടായിരുന്നില്ല എന്നാ അല്ല. പിന്നെയോ എഴുത്തുകാരുണ്ടായിരുന്നു. അതിന് തെളിവാണ് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാളിൽ വഹി എഴുതുന്നവർ 40 പേരുണ്ടായിരുന്നു. വഹി എഴുതാൻ മാത്രം 40 ആളുണ്ടായിരുന്നു. വഹി എന്ത് എഴുതണേ? വിശുദ്ധ ഖുർആൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതീർണമാകുമ്പോൾ അത് എഴുതിയിരുന്ന 40 ആളുകളുണ്ടായിരുന്നു. അപ്പോൾ എഴുത്തുകാരുണ്ടായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളുകളിൽ. പിന്നൊന്ന്, മക്കയുടെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതനാകുന്നതിന് മുമ്പ് തന്നെയും മക്കത്ത് എഴുതുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് അവർ കവിതകളും മറ്റും ഒക്കെ എഴുതിയിട്ട് കഅബയിൽ തൂക്കിയിരുന്നു. അതേപോലെ തന്നെ പിന്നെ അവിടെ എഴുത്ത് പഠിപ്പിക്കുന്ന ആളുകളുണ്ടായിരുന്നു. നമ്മൾ ബദർ യുദ്ധത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മക്കയിൽ നിന്ന് യുദ്ധബന്ദികളെ പിടിച്ചു. 70 പേരെ മനസ്സിലായി. അവരെ മദീനയിലേക്ക് കൊണ്ടുപോയി, ബന്ദികളെ കൊണ്ടുപോയി. എന്നിട്ട് അവരെ ഏൽപ്പിച്ചൊരു സംഗതി ഉണ്ടാകുന്ന, മദീനയിൽ ഓരോ 5 പേർക്കും 10 പേർക്കും ഓരോരുത്തർ എഴുത്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മക്കയിൽ എഴുതുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് കുറവായിരുന്നു. പക്ഷേ അവരെന്ത് ചെയ്തു? എഴുത്ത് പഠിപ്പിക്കപ്പെട്ടു. ആരാൽ? ബദറിൽ ബന്ദികളായി പിടിക്കപ്പെട്ടവരാൽ. അപ്പോൾ എഴുത്തറിയുന്ന ആളുകളെ എന്ത് ചെയ്തിട്ടുണ്ട്? ആളുകൾ ഉണ്ടായിരുന്നു. വിശേഷിച്ച് മക്കയിൽ കൂടുതലായിരുന്നു. മദീനയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയിട്ടുമുണ്ട്. ശരി. അപ്പോൾ പിന്നെ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലും സഹാബത്തിൻ്റെ കാലഘട്ടത്തിലും എഴുതാൻ അവിടെ എഴുത്തറിയുന്ന ആളുകളില്ലായിരുന്നു എന്ന് പറയുന്നത് എന്താണ്? അത് പിന്നെ അറിവില്ലായ്മയാണ്. കാരണം എന്താ? അവിടെ എഴുത്തറിയുന്ന ആളുകൾ ഉണ്ടായിരുന്നു, അവർ എഴുതിയിരുന്നു. അതാണ് നമ്മുടെ അടുത്ത വിഷയം, എഴുതിയിരുന്നു എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് വരാം. സുന്നത്ത് എന്താ അതിൻ്റെ പ്രാധാന്യം? സുന്നത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞാണി എന്താ? ഖുർആൻ സുന്നത്ത് എന്താണ്? വഹയാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് ഖുർആന് തുല്യമായത് നൽകപ്പെട്ടിട്ടുണ്ട്. ഖുർആന് തുല്യമായി നൽകപ്പെട്ടത് എന്താ? അത് സുന്നത്താണ്. അതുകൊണ്ട് തന്നെ സുന്നത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് അല്ലേ? സഹാബികൾ സുന്നത്തിനെ പരിഗണിച്ചിരുന്ന കുറേ സംഭവങ്ങൾ. ഒരു ഉദാഹരണം, ഇപ്പോൾ ഉഖബത്ത് ബിനുൽ ഹാരിസ് മക്കയിലായിരുന്നു. ഭാര്യനോടൊത്ത് ജീവിക്കുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഉഖബ, നിനക്കും നിൻ്റെ ഭാര്യക്കും ഞാൻ പാല് തന്നിട്ടുണ്ട്. ഒരു സ്ത്രീ വന്ന് പറയണം, നിനക്കും നിൻ്റെ ഭാര്യക്കും ഞാൻ പാല് തന്നിട്ടുണ്ട് എന്ന് ഉഖബത്ത് ബിനുൽ ഹാരിസിനോട് ഒരു പെണ്ണ് വന്ന് പറയണം മക്കയിൽ. ആ പെണ്ണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എന്താണ്? നീ കല്യാണം കഴിച്ചിരിക്കുന്നത് മുലകുടി ബന്ധത്തിൽ നിൻ്റെ പെങ്ങളെയാണ്. അതാണ് എൻ്റെ അർത്ഥം. ഉഖബ എന്താ ചെയ്തറിയോ? അത് ആ പെണ്ണ് പറഞ്ഞ് കേട്ട മാത്രയിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. അവിടെ നിന്ന് മദീനയിലേക്ക് പോകാൻ അന്നത്തെ മാതിരിയല്ല. അന്ന് എത്ര ദിവസങ്ങളെടുക്കും ആ യാത്ര? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, റസൂലെ, അറിയാതെ പിന്നെ ഞാനൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു, അവൾ എൻ്റെ സഹോദരിയാണ് മുലകുടി ബന്ധത്തിൽ എന്നുള്ളത് ഞാൻ അറിയാതെയാണ് കെട്ടിയത്. ഞാൻ അവൾ ഒഴിവാക്കണമെന്ന് ചോദിക്കുകയാണ്. ഞാൻ അറിയില്ല കല്യാണം കഴിച്ചപ്പോൾ, ഇനി ഞാൻ ഒഴിവാക്കണം. ഒരു സ്ത്രീ വന്ന് പറയാണ്, ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും മുലപ്പാൽ തന്നിരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഒഴിവാക്കാണ് വേണ്ടത്. കാരണം ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞില്ലേ? ഒഴിവാക്കാണ് വേണ്ടത്, ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞില്ല. ഉഖബ അതനുഷ്ഠിച്ചു. ഉണ്ടോ? ജീവിത സഖിയാണ് എന്ത് ചെയ്യണത്? മുറിച്ചു മാറ്റണത്. എന്തിന് കാരണത്താൽ? ഒരു സ്ത്രീ വന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സത്യപ്പെടുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ. മനസ്സിലായി? ഇത് തിരുമൊഴി അറിയാൻ, തിരുനബിയുടെ വിധി അറിയാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. എന്നിട്ട് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പ്രയോഗവൽക്കരിക്കാൻ. ഇത് കുറേ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഒരിക്കൽ സഹാബികൾ എല്ലാവരും സ്വർണത്തിൻ്റെ മോതിരം അണിഞ്ഞു. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർണത്തിൻ്റെ മോതിരം ധരിച്ചിരുന്നു. സ്വർണം വിരോധിക്കുന്നതിന് മുമ്പാണത്. സ്വർണ്ണ മോതിരം അണിഞ്ഞു. അത് കണ്ടപ്പോൾ സഹാബികൾ എല്ലാവരും സ്വർണ്ണ മോതിരം അണിഞ്ഞു.
നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പിന്നെ ഒഴിവാക്കി. വഹി വന്ന് പുരുഷന്മാർക്ക് സ്വർണം പറ്റൂല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കിയത് കണ്ട മാത്രയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല, എല്ലാവരും അത് ഒഴിവാക്കി. സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. മനസ്സിലാക്കുക, സുന്നത്ത് അനുധാവനം ചെയ്യണം എന്നുള്ള ആ ഒരു വ്യഗ്രതയുണ്ട്. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ള പാദരക്ഷ ധരിച്ചാൽ നിസ്കരിക്കണം, ചെരുപ്പിട്ടാണ് നിസ്കരിക്കണം, ചെരുപ്പിട്ട് നിസ്കരിക്കണം. നിസ്കാരത്തിനിടയിൽ റസൂലുള്ള ചെരുപ്പ് രണ്ട് ചെരുപ്പ് ഊരി വെച്ച്. അപ്പോൾ സഹാബികൾ എന്ത് ചെയ്തു? ഇത് കണ്ടപ്പോൾ ചെരുപ്പിട്ട് നിസ്കരിച്ചു. നിസ്കാരത്തിനിടയിൽ അവരും ചെരുപ്പ് ഊരി വെച്ച്. നിസ്കാരത്തിനിടയിൽ അവർ ചെരുപ്പ് ഊരി വെച്ച്. സല കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാ നിങ്ങൾ ചെരുപ്പ് ഊരി വെച്ച്? അപ്പോൾ സഹാബികൾ പറയാണ്, നിങ്ങൾ ചെരുപ്പ് ഊരി വെക്കണത് ഞങ്ങൾ കണ്ടു, അപ്പോൾ ഞങ്ങൾ ഊരി വെച്ചു. എന്താ അറിയിക്കണത്? ഇതൊക്കെ ഖുർആനിലുള്ളതാ? അല്ല, പിന്നെയോ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളാണ്. ആ ചര്യകളെ പിൻപറ്റുവാൻ സഹാബത്തിൻ്റെ വ്യഗ്രതയാണ്. ചോദ്യം ചെയ്തു അറിഞ്ഞുവല്ല, പിന്നെയോ അത് പിൻപറ്റാനുള്ള അവരുടെ ആ ത്വരയാണ് അറിയിക്കുന്നത്. ഇത് സുന്നത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന തെളിവുകൾ ധാരാളമാണ്. പക്ഷേ ചില ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കാൻ ഇങ്ങനെ സംഭവങ്ങളെ ഉണർത്തി എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ സുന്നത്ത് സംരക്ഷിക്കപ്പെട്ടത് എങ്ങനെയെന്നുള്ളത് അറിയാൻ കൂടിയാണ് ഈ ഉദാഹരണങ്ങൾ. ഈ ഹയാത്തിൻ്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതനാളിൽ എങ്ങനെ സുന്നത്ത് സംരക്ഷിക്കപ്പെട്ടു? സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്ത് ചെയ്തു? പിന്നെ കണ്ണിൽ റസൂലുള്ളാഹിനെ എന്ത് ചെയ്തു? പകർത്തി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ചര്യകൾ പകർത്തി. എന്നിട്ട് ആ സുന്നത്തുകൾ കണ്ട് പഠിച്ച് പ്രയോഗവൽക്കരിച്ചാണ് എന്ത് ചെയ്തത്? സുന്നത്തിനെ ആ സഹാബികൾ സംരക്ഷിച്ചത്. അത് തിരുനബിയുടെ ജീവിത നാളുകളിൽ അതിൽ ചില ഉദാഹരണങ്ങൾ മാത്രം ഇവിടെ ഞാൻ പറഞ്ഞത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോകണമെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കിയ ഒരു സുന്നത്തിൻ്റെ വിഷയത്തിൽ അതായിരുന്നു അവരുടെ സാഹസം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇത് സുന്നത്ത് എഴുതിയിരുന്ന ചിലർ മനസ്സിലാക്കിയത് സുന്നത്ത് നബിയുടെ കാലഘട്ടത്തിൽ ക്രോഡീകരിച്ചിട്ടില്ല എന്നാണ്. അതിൻ്റെ ക്രോഡീകരണം വളരെ വൈകിപ്പോയിട്ടുണ്ട്, പിൽക്കാലത്താണെന്ന് ചിലർ പറയുന്നത്. മനസ്സിലായല്ലേ? ചിലരത് വളരെ മോശമായിട്ടാണ് അവതരിപ്പിക്കുക. വളരെ പിൽക്കാലത്ത് ക്രോഡീകരിച്ച ഒരു സംഗതിയാണ് സുന്നത്തെന്ന്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാളിൽ സുന്നത്തിനെ ക്രോഡീകരിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു ഹദീസ് എഴുതുന്നത് വിരോധിച്ച വിഷയത്തിൽ ഒരു ഹദീസ് പറയപ്പെടാറുണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ടാണ് അബൂ സഈദ് പറയുന്നത്. ലാ തക്തുബു അന്നി ഗൈറൽ ഖുർആൻ വമൻ കതബ അന്നി ഗൈറൽ ഖുർആനി ഫല്യംഹു. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. അബൂ സഈദിൽ നിന്ന് റിപ്പോർട്ട്, ഇമാം മുസ്ലിമിൻ്റെ നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ടാണ് അബൂ സഈദ് പറയുന്നത്. എന്നിൽ നിന്ന് ഖുർആൻ ഒഴിച്ച് ബാക്കിയൊന്നും നിങ്ങൾ എഴുതരുത്. ഖുർആൻ അല്ലാത്തതൊന്നും നിങ്ങൾ എന്നിൽ നിന്ന് എഴുതരുത്, റസൂലുള്ളാഹി പറഞ്ഞു എന്നാണ്. വല്ലവരും ഖുർആൻ അല്ലാത്തത് എഴുതിയിട്ടുണ്ട് എങ്കിൽ ഫല്യംഹു, അതവൻ മായിക്കട്ടെ എന്നാണ്. ഫല്യംഹു, അതവന് മായിക്കട്ടെ എന്നാണ്. അപ്പോൾ ഈ ഹദീസത്തെ അറിയിക്കണം, അബൂ സഈദിൻ്റെ ഈ ഹദീസ് ഖുർആൻ അല്ലാത്ത എഴുതിയിട്ടുണ്ടെങ്കിൽ മായിക്കാൻ റസൂലുള്ളാഹി കൽപ്പിച്ചു എന്നുള്ളതാണ്. സുന്നത്ത് രേഖപ്പെടുത്താൻ റസൂലുള്ളാഹി അനുവദിച്ചിട്ടില്ല എന്നും സുന്നത്ത് എഴുതിയിട്ടെങ്കിൽ തന്നെ മായിക്കണമെന്നും ഖുർആൻ മാത്രം എഴുതിയാൽ മതി എന്നും പറയുന്നവരുടെ ഒരു തെളിവാണിത്. എന്തിനാണ് അവരത് പറയുന്നത്? സുന്നത്ത് നബിയുടെ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണ്. ഇതല്ലാത്ത വേറെയും ചില റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടുകളൊന്നും സഹീഹല്ല. വന്നതിൽ സഹീഹായ റിപ്പോർട്ട് ഏത് മാത്രമാണ്? ഈ അബൂ സഈദിൻ്റെ റിപ്പോർട്ട് മാത്രമാണ്. അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യണതാണ്. ഇവിടെ വിഷയം ഈ ഖുർആൻ അല്ലാത്തത് നിങ്ങൾ എന്നിൽ നിന്ന് എഴുതരുത്, എഴുതിയവർ അത് മായിക്കട്ടെ എന്ന് പറഞ്ഞ ഈ ഹദീസ് ഉണ്ടല്ലോ, ഈ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത്, മുസ്ലിം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇമാം ബുഖാരി മുസ്ലിമിന് ആ വിഷയത്തിൽ എതിർത്തിട്ടുണ്ട്. ഇമാം ബുഖാരി പറഞ്ഞത് ഇത് റസൂലുള്ളാഹിൻ്റെ മൊഴിയല്ല,
അബൂ സഈദ് അൽ ഖുദ്രിയുടെ വാക്കാണ്. അബൂ സഈദ് അൽ ഖുദ്രിയുടെ വാക്കാണ്. അപ്പോൾ അത് എന്നിൽ നിന്ന് ഖുർആൻ അല്ലാത്തത് എഴുതരുത്, എഴുതിയവർ വായിക്കട്ടെ എന്ന് പറഞ്ഞത് ആരാണ്? ഇമാം ബുഖാരിയുടെ വാദപ്രകാരം അത് അബൂ സഈദ് അൽ ഖുദ്രി റാവിയാണ്, സഹാബിയാണ്. അതേസമയം ഇമാം മുസ്ലിം പറയുന്നതില്ല, മർഫൂ ആയ ഹദീസാണ്, മൗഖൂഫല്ല, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൊഴിയാണ് എന്നാണ്. രണ്ടായാലും റസൂലുള്ളാഹിൻ്റെ വാക്കായാലും ഇനി അബൂ സഈദ് അൽ ഖുദ്രിയുടെ വാക്കായാലും അത് ആദ്യ നാളുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനമാണ്, അല്ലെങ്കിൽ അബൂ സഈദ് അൽ ഖുദ്രിയുടെ ആഹ്വാനമാണ്. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്ന സമയമാണത്, വിശുദ്ധ ഖുർആൻ എഴുതുന്ന സമയമാണ്. അപ്പോൾ ആ എഴുത്തിലേക്ക് എന്ത് വരരുത്? വിശുദ്ധ ഖുർആൻ അല്ലാത്തത് തിരുമൊഴിയായാലും വരരുത് എന്ന നിഷ്കർഷതയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഖുർആൻ ക്രോഡീകരിക്കുന്ന കാലഘട്ടത്തിൽ ഹദീസുകൾ കൂടി ക്രോഡീകരിക്കുകയാൽ ഇന്നത്തെ മാതിരിയല്ല അന്ന് ഖുർആൻ രേഖപ്പെടുത്തുന്നത്. ഖുർആൻ എവിടെ എഴുതുന്നത്? മനസ്സുകളിൽ ക്രോഡീകരിക്കുന്നതിന് പോലെ തന്നെ ഏടുകളിലും തോലുകളിലും കല്ലുകളിലൊക്കെ എഴുതുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആ കാലഘട്ടത്തിൽ സുന്നത്തും കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താവും? ഇത് കൂടി കലരുന്നൊരു പ്രശ്നം വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? ഖുർആൻ അല്ലാത്തത് എഴുതിയവർ മായ്ക്കാനും ഖുർആൻ മാത്രം എഴുതിയാൽ മതി എന്നും പറഞ്ഞത്. പിന്നെ ഈ ഒരു റസൂലുള്ളാഹിൻ്റെ കാലത്ത് സുന്നത്തുകൾ എഴുതിയിരുന്നു. അതിൽ ഇങ്ങനൊരു വിഷയമുണ്ട്. ഇത് അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഖുർആൻ അല്ലാത്തത് എഴുതിയത് മായ്ക്കാൻ റസൂലുള്ളാഹി കൽപ്പിച്ച ഒരു വചനമുണ്ട്. അത് എന്താണ് അറിയിക്കുന്നത്? അത് അറിയിക്കുന്നത് ഖുർആൻ എഴുതിയിരുന്ന സമയത്ത് ഹദീസ് കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ ഖുർആനുമായിട്ട് ചേരും, അല്ലെങ്കിൽ ഖുർആനായിട്ട് ആളുകൾ അത് തെറ്റിദ്ധരിക്കും എന്നതിനാലാണ് എന്ത് ചെയ്തത്? എഴുതണ്ട, മായ്ക്കാൻ വേണ്ടി പറഞ്ഞത്. അത് തന്നെയും റസൂലുള്ളാഹിൻ്റെ വാക്കാണോ അതല്ല അബൂ സഈദിൻ്റെ വാക്കാണോ? രണ്ട് പ്രബല ഇമാംമാർക്കിടയിൽ എന്തുണ്ട്? അതിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. ഇമാം ബുഖാരി പറയുന്നത് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കല്ല, അത് അബൂ സഈദിൻ്റെ വാക്കാണ് എന്നാണ്. അതാണ് ആ വിഷയത്തിൽ സഹിയായി വന്ന ഒരു വചനം, ഒരൊറ്റ വചനം. വേറെയുള്ള വചനങ്ങളൊന്നും എന്തല്ല ഈ വിഷയത്തിൽ സഹിയല്ല. സുന്നത്ത് എഴുതരുത്, ഖുർആൻ മാത്രം എഴുതിയാൽ മതി എന്നറിയിക്കുന്ന, അല്ലെങ്കിൽ സുന്നത്ത് എഴുതുന്നതിൽ വിലക്കുള്ളതായി പറയപ്പെടുന്ന വചനങ്ങളൊന്നും സഹിയായി വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഹദീസ് എഴുതിയിരുന്നോ എന്നുള്ളതാണ്. നബിയുടെ കാലത്ത് ഹദീസുകൾ എഴുതി വച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും കൽപ്പിച്ചിരുന്നു. ഇപ്പോൾ മക്ക ഫതഹിൻ്റെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വെച്ച് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ റസൂലുള്ളാഹി കുറേ മതവിധികളൊക്കെ പറഞ്ഞിട്ടായിരുന്നു പ്രസംഗം. അപ്പോൾ അബൂഷ എന്ന് പറയുന്നൊരു വ്യക്തി വന്നു. അബൂഷ അയാൾ വിദൂരതയിൽ നിന്ന് വന്നാണ്. അയാൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലേ, നിങ്ങളിതെനിക്ക് എഴുതി തരണം എന്ന് പറയണം, ഈ പറഞ്ഞ് എഴുതി തരണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുത്തറിയുന്ന സഹാബികളോട് പറയുന്നുണ്ട്, ഉക്തുബൂലി അബീഷ, അബീഷാഹിനെ നിങ്ങൾ ഇത് എഴുതി കൊടുക്കും എന്ന് പറയുന്നുണ്ട്. മനസ്സിലല്ലേ? അപ്പോൾ സുന്നത്ത് എഴുതിയിട്ടുണ്ട്, റസൂലുള്ളാഹി അതിനെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, എന്താ അബൂ ഹുറൈറ പറയുന്നത്? എന്നോളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു റാവിയില്ല, എന്നോളം ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഒരാളുമില്ല, അബ്ദുല്ലാഹിബ്നു അംർ അല്ലാതെ എന്നിട്ട് പറയുന്നത്, ഫഇന്നഹു കാന യക്തുബു വലാ അക്തുബ്, ഞാനാണ് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത്. എന്നോളം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആരല്ലാതെ? അബ്ദുല്ലാഹിബ്നു അംർ അല്ലാതെ. അദ്ദേഹം എഴുതുമായിരുന്നു, ഞാൻ എഴുതുമായിരുന്നില്ല. അബ്ദുല്ലാഹിബ്നു അംറുൽ ആസ് ഹദീസുകൾ അത് എഴുതി വെക്കുമായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു ചരിത്രത്തിൽ കാണാം, ഈ അബ്ദുല്ലാഹിബ്നു അംറുൽ ആസ് ഇത് എഴുതായിരുന്നു, ഹദീസുകൾ എഴുതിയേക്കും, സുന്നത്തുകൾ എഴുതിയേക്കും. അപ്പോൾ ഖുറൈശികൾ തടഞ്ഞു, മുസ്ലിമീങ്ങൾ പലരും തടഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹിബ്നു അംർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, ആളുകൾ എന്നെ തടയാണ്, ഞാൻ നിങ്ങളുടെ സുന്നത്തുകൾ എഴുതി വെക്കുമ്പോൾ തടയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹിബ്നു അംറിനോട് പറഞ്ഞു, റസൂലുള്ളാഹിൻ്റെ വായിലേക്ക് ചൂണ്ടിയിട്ട്, ഉക്തുബ് ഫഇന്നഹു ലാ യഖ്റുജു മിന്നി ഇല്ലൽ ഹഖ്, അബ്ദുള്ള നീ എഴുതിക്കോ, എന്നിൽ നിന്ന് സത്യമല്ലാതെ ഒന്നും പുറത്തു വരില്ല എന്ന് പറഞ്ഞു. ഖുറൈശികൾ തടഞ്ഞതായിട്ട് അബ്ദുള്ള പറയുമ്പോൾ റസൂലുള്ള മനുഷ്യനല്ലേ, ദേഷ്യം വരുമ്പോൾ അതേപോലെ തൃപ്തി വരുമ്പോഴൊക്കെ റസൂലുള്ള സംസാരിക്കും, അതൊക്കെ എഴുതാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾ എഴുതണ്ട എന്ന ആളുകൾ അബ്ദുല്ലാഹിബ്നു അംറിനെ തടഞ്ഞപ്പോഴാണ് പറഞ്ഞത് റസൂലുള്ളാഹിനോട്, റസൂൽ ആളുകൾ തടയാണ്, ഞാനിതൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ റസൂലുള്ള പറയുന്നത്, നീ എഴുതിക്കോ, എൻ്റെ വായയിൽ നിന്ന് ഹക്ക് മാത്രമേ പുറം ലോകം കാണൂ, അല്ലെങ്കിൽ പുറത്തു വരൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതാൻ കൽപ്പിച്ചു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ എഴുതി എന്നുള്ളത് ഇതേപോലെ വേറെയും നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ എന്തുണ്ടായിട്ടുണ്ട്? സുന്നത്തുകൾ എഴുതുക എന്നുള്ളതും എഴുതി സംരക്ഷിക്കുക എന്നുള്ളതും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ ധാരാളമാണ്. ശരി, അന്ന് എഴുത്തറിയുന്നവരില്ലായിരുന്നു, ആളുകൾ നിരക്ഷരരായിരുന്നു എന്നുള്ള വാദം ശരിയല്ല. എഴുത്തറിയുന്നവർ അവിടെ ഉണ്ടായിരുന്നു, അവർ എഴുതുകയും ചെയ്തിരുന്നു. വഹയ് എഴുതാൻ, ഖുർആൻ എഴുതാൻ മാത്രം 40 സഹാബികളുണ്ട്. നമ്മൾ അവരുടെ ഈ എഴുത്തുകാരുടെ ചരിത്രം വായിക്കുമ്പോൾ അതിൽ പ്രസിദ്ധരായവർ 10 പേർ, മനസ്സിലായോ? ബാക്കി വേറെയും ആളുകളെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ എഴുതിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആളുകളുണ്ടായിരുന്നു, എഴുതുകയും ചെയ്തിരുന്നു. ഇതാണ് അതിൽ മനസ്സിലാക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലും തിരുവിയോഗ ശേഷവും സഹാബത്തിൻ്റെ കാലം വന്നു. സഹാബികളുടെ കാലഘട്ടത്തിൽ അവർ സുന്നത്തിനെ സംരക്ഷിച്ചു. എങ്ങനെ സംരക്ഷിച്ചു? സുന്നത്ത് പഠിച്ച് പ്രാവർത്തികമാക്കി സംരക്ഷിച്ചു. സുന്നത്തറിയാൻ അവർ ദീർഘയാത്ര ചെയ്തിരുന്നു. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഇപ്പോൾ ജാബിർ ഇബ്നു അബ്ദില്ല ഷാമിലേക്ക് പോകുന്നുണ്ട്. മദീനയിൽ നിന്ന് ജാബിർ ഇബ്നു അബ്ദില്ല ഷാമിലേക്ക് പോകുന്നുണ്ട്. ഷാമിൽ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് അദ്ദേഹം എന്തിനാ അവിടെ പോണത്? ജാബിർ പോണത് എന്തിനാ? അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് ഒരു ഹദീസ് പറയുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഒരു ഹദീസ് ഹൗലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസിന് മാത്രം അറിയുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസ് കേൾക്കാനാണ് ആര് പോണത്? ജാബിർ പോണത് മദീനയിൽ നിന്ന് ഷാമിലേക്ക്. ആ ഹദീസ് കേട്ട് മടങ്ങി, ഷാമിൽ നിന്ന് മടങ്ങി. ആര്? ജാബിർ റളിയല്ലാഹു അൻഹു. സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന സംഭവമാണ്. അതേപോലെ തന്നെ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്നത്. ഈജിപ്തിലേക്ക് എന്തിനാ? മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് ഒരു നീണ്ട യാത്ര. അവിടെ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ റിപ്പോർട്ട് അദ്ദേഹത്തിനെ അറിയൂ. മൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹ് എന്ന് തുടങ്ങുന്ന ഒരു ഹദീസ് ഉണ്ട്. ഒരു മുസ്ലിമിൻ്റെ ന്യൂനത ഒരാൾ മറച്ചു വെച്ചാൽ അള്ളാഹു അവൻ്റെ ന്യൂനത മറക്കുമെന്ന് അറിയിക്കുന്ന ഹദീസ്. അത് ആർക്കേ അറിയുള്ളൂ? ഉഖബക്കേ അറിയുള്ളൂ, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്. അപ്പോൾ ആ ഹദീസ് കേൾക്കാൻ അബൂ അയ്യൂബുൽ അൻസാരി മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക്, എന്നിട്ടോ അത് കേട്ട മാത്രമേ തിരിച്ചു വരികയാണ്. 1 മാസത്തെ യാത്രാദൂരം എന്നാണ്. ഹദീസ് കേട്ട് പിന്നെ ഒരു വർത്തമാനം പറയാൻ പോലും അബൂ അയ്യൂബുൽ അൻസാരി നിന്നിട്ടില്ല. ഞാൻ വന്നത് ഈ ഹദീസ് കേൾക്കാനാണ്. അത് കേട്ടു, ഖലാസ്, അദ്ദേഹം മടങ്ങും ചെയ്തു. മനസ്സിലേ? ഇത് ചില ഉദാഹരണങ്ങൾ മാത്രം ഹദീസ് മനസ്സിലാക്കുവാനുള്ള അവരുടെ ആ യാത്രയുടെ, അവരുടെ ആ ത്യാഗത്തിൻ്റെ ഉദാഹരണങ്ങൾ മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികൾ ഹദീസുകൾ എങ്ങനെ രേഖപ്പെടുത്തി എന്നതിൻ്റെ ഉദാഹരണമാണ്. ഉസൈദ് ബിൻ ഹുദൈർ അൽ അൻസാരി ഹദീസുകളെ എഴുതി മർവാൻ ബിൻ അൽ ഹക്കമിന് എഴുതി അയച്ചിരുന്നു. ഹദീസുകൾ എഴുതി കൊടുത്തയച്ചിരുന്നു. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹം ഹദീസുകൾ എഴുതി ആമിർ ഇബ്നു സഅദ് ബിൻ അബി വഖാസിന് നൽകി കൊടുത്തയച്ചിരുന്നു. സെയ്ദ് ബിൻ അർഖം ഹദീസുകൾ എഴുതി അനസ് റളിയല്ലാഹു തആല അൻഹു കൊടുത്തയച്ചിരുന്നു. സെയ്ദ് ബിൻ സാബിത്ത് ഈ വലിയാപ്പയുടെ വിഷയത്തിൽ എന്നുണ്ടെങ്കിൽ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ഒരു മസലയിലാണ്. ഹദീസുകൾ എഴുതി അത് ഉമർ റളിയല്ലാഹു തആല അൻഹു കൊടുത്തയച്ചിരുന്നു. ഇതൊക്കെ ഒരു ഹദീസുകളെ എഴുതി ചൊല്ലി അയക്കല്ല, പിന്നെയോ എഴുതി അത് അയക്കണം. അതേപോലെ സമ്രത്ത് ബിൻ ജുന്ദബ് ഹദീസുകൾ എഴുതി സ്വന്തം മകൻ സുലൈമാൻ ഇബ്നു സമുറക്ക് കൊടുത്തയച്ചിരുന്നു. ആ എഴുതിയ കത്ത് അതൊരു പ്രസിദ്ധമായ കത്താണ്. കാരണം എന്താ? കുറേ ഹദീസുകളുടെ ഒരു ക്രോഡീകരണമായിരുന്നു സമുറ നടത്തിയിരുന്നത്. മനസ്സിലായി? എന്നിട്ട് മകന് കൊടുത്തയച്ച്. ഇതൊക്കെ പിന്നെ എഴുത്തുകുത്തുകളായിട്ട്, മനസ്സിലായി, കത്തുകളായിട്ട് അവർ സുന്നത്തുകളെ കൊടുത്തയച്ചതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇതല്ലാതെ വേറെ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. മനസ്സിലായി? മാത്രമല്ല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അനസ് അവരൊക്കെ പറയാറുണ്ട്, ഉക്തുബുൽ ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ, നിങ്ങൾ
ഇൽമ് എഴുതി രേഖപ്പെടുത്തണം എന്ന് പറയാറുണ്ട്. എഴുതിയിട്ട് രേഖപ്പെടുത്തണം. കാരണം ഇൽമ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശം? സുന്നത്താണ്. ഇൽമ് എന്നുള്ളതുകൊണ്ട് മുഖ്യമായിട്ട് ഉദ്ദേശം സുന്നത്താണ്. അപ്പോൾ സുന്നത്തിനെ നിങ്ങൾ എഴുതി വെക്കണം എന്നുള്ളത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ശിഷ്യന്മാരോട്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ്റെ ശിഷ്യന്മാർ കുറേ ഉണ്ട്, അത്താ ബിൻ റബീ റബാഹിനെ പോലുള്ള കുറേ ശിഷ്യന്മാരുണ്ട്. അവരോടൊക്കെ അനുശാസിച്ചിരുന്നു. സഈദ് ഇബ്നു ജുബൈർ, അതേപോലെ തന്നെ മുജാഹിദ് ഇബ്നു ജബർ, ഇതൊക്കെ ഇബ്നു അബ്ബാസിൻ്റെ ശിഷ്യന്മാരാണ്. ശിഷ്യന്മാരോട് പറയണം നിങ്ങൾ ഇതൊക്കെ എഴുതി വെക്കണം. അതുകൊണ്ട് തന്നെ അവരെ എഴുതി വെച്ചിരുന്നു. സഈദ് ഇബ്നു ജുബൈർ അയാൾ താബിയാണ്, താബി പണ്ഡിതനാണ് സഈദ് ഇബ്നു ജുബൈർ. ഇബ്നു അബ്ബാസിൻ്റെ നേരിട്ടുള്ള ശിഷ്യനാണ്. ഇബ്നു അബ്ബാസ് പറയാറുണ്ട് നിങ്ങൾ സുന്നത്തുകളെ എഴുതണം, കേട്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മറക്കാൻ മതി, അതുകൊണ്ട് നിങ്ങളത് എഴുതണം. അതുകൊണ്ട് തന്നെ സഈദ് ഇബ്നു ജുബൈർ എവിടെ എഴുതാമെന്നറിയാം? അദ്ദേഹത്തിൻ്റെ സഹീഫ ഉണ്ട്, സഹീഫ, ആ ഏട്ടിൽ അദ്ദേഹം എഴുതും. എന്നിട്ട് പറയാണ് ഏട് തീർന്നാൽ അദ്ദേഹം തൻ്റെ ചെരുപ്പുണ്ടല്ലോ, ചെരുപ്പിൻ്റെ മുകളിൽ എഴുതും. പിന്നെ അദ്ദേഹം അത് കഴിഞ്ഞാൽ കെഫുണ്ടല്ലോ കയ്യിൽ എഴുതും. ഇന്നത്തെ മാതിരി യഥേഷ്ടം പത്രങ്ങളോ പേപ്പറുകളോ സുലഭമായൊരു കാലഘട്ടമല്ല കാലഘട്ടം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സാഹസപ്പെട്ടിട്ട് എഴുതുന്നത്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആലയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും അദ്ദേഹം എഴുതിയിരുന്നത്. മനസ്സിലായി? അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മറ്റൊരു ശിഷ്യനാണ് താബിഈങ്ങളിൽപ്പെട്ട മുജാഹിദ് ഇബ്നു ജബർ. മുജാഹിദ് ഇബ്നു ജബർ അറിയപ്പെട്ട മുഫസ്സിർ കൂടിയാണ് മുജാഹിദ് ഇബ്നു അബ്ബാസിൻ്റെ. അദ്ദേഹവും ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് ഹദീസുകൾ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. കാരണം ഇബ്നു അബ്ബാസ് പറയാറുണ്ട് നിങ്ങൾ കേട്ടുപോയാൽ പറ എന്ത് ചെയ്യണം, നിങ്ങളത് രേഖപ്പെടുത്തണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെയും സഹാബികൾ എഴുതിയതിൻ്റെ ഉദാഹരണമാണ്. ഇവിടെ ചിലതൊന്നും പറയില്ല. ഇപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ സുന്നത്തിനെ എഴുതി അയച്ച ചരിത്രം കാണാൻ സാധിക്കും. മനസ്സിലായി? ഇതൊക്കെ എൻ്റെ ഉദാഹരണങ്ങൾ. പിന്നെ കത്തുകൾക്കപ്പുറം, എഴുതി അയച്ച കത്തുകൾക്കപ്പുറം പലർക്കും ഏടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹദീസുകൾ എഴുതി വെച്ച ഏടുകൾ ഉണ്ടായിരുന്നു. ആ ഏടുകൾ ആരുടെയൊക്കെ ഏടുകൾ ഉണ്ടാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഒരു സഹീഫ് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ഹദീസ് രേഖപ്പെടുത്തിയിരുന്നു. സദക്കയുടെ നിയമങ്ങൾ, സകാത്തിൻ്റെ നിയമങ്ങൾ അറിയിക്കുന്ന കത്ത്, ഏട്, അത് അദ്ദേഹം കൈമാറിയത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇവിടെ ബുലൂഗുൽ മറാമിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ, ബുധനാഴ്ച ബുലൂഗുൽ മറാമിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ഫത്ഹുൽ ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ബുലൂഗുൽ മറാമിൽ ആദ്യത്തെ ഹദീസ് ആരുടെ ഹദീസാണ് കൊടുത്തത്? അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഈ ഏടാ കൊടുത്തത്. എന്നെ സക്കാത്ത്, അതിൽ പിന്നെ ഒട്ടകങ്ങളുടെ പ്രായം, എത്ര ഒട്ടകങ്ങളുണ്ടായാലാണ് സക്കാത്ത്, ആടുകളുടെ പ്രായം, അതേപോലെ പശുക്കളുടെ പ്രായം, അതേപോലെ തന്നെ എത്ര പശുക്കൾ എത്ര ആടുകൾ ഉണ്ടായാലാണ് സക്കാത്ത്. പിന്നെ അങ്ങനെ ഓരോ നിയമങ്ങൾ സക്കാത്തുമായി ബന്ധപ്പെട്ട് അത് പിന്നെ വ്യത്യസ്ത വിഷയങ്ങൾ അറിയിക്കുന്ന നീണ്ട ഒരു ഹദീസ് കാണാൻ സാധിക്കും. അത് ഇവിടുന്ന് അടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു, സഹീഫയിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഹദീസ് രേഖപ്പെടുത്തിയിരുന്നു. അതേപോലെ അലി റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഇതേപോലെ സഹീഫ് ഉണ്ടായിരുന്നു, ഏടുണ്ടായിരുന്നു. അലിയാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വല്ല വസീയത്തും റസൂലുള്ള ചെയ്തിട്ടുണ്ടോ? സ്പെഷ്യലായിട്ട് വല്ല വസീയത്തും ചെയ്തിട്ടുണ്ടോ എന്ന് അലിയാരോട് ചോദിക്കാൻ കാരണം എന്താ? ഖിലാഫത്ത് റസൂലുള്ളാഹിൻ്റെ കാലശേഷം നിങ്ങൾക്ക് ഖിലാഫത്ത് വരും വിധം വല്ല വസീയത്തും നിങ്ങൾക്കുണ്ടായിരുന്നോ എന്ന് അലിയാരോട് ചോദിക്കുമ്പോൾ അലിയാർ പറയാണ്, വാളോറെടുത്ത് മൂപ്പരുടെ വാളിൻ്റെ ഉറെടുത്തിട്ട് അതിനൊരു സഹീഫ പുറത്തെടുത്ത്, ഒരു ഏടിൽ പുറത്തെടുത്ത്, ഈ ഏടിൽ കാണുന്നതല്ലാതെ വേറൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് എഴുതി തന്നിട്ടില്ല, ഈ ഏടിൽ കാണുന്നതല്ലാതെ ഒന്നും റസൂലുള്ള എഴുതി തന്നിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ എന്താ ഏട്ടിൽ? ആ ഏട്ടിൽ നോക്കുമ്പോൾ ഹറമുകളുടെ അതിർത്തി, മക്ക മദീന ഹറമുകളുടെ അതിർത്തി, വിശേഷ മദീനൻ്റെ ഹറമിലെ അതിർത്തി, അതേപോലെ തന്നെ ഈ ഒരാൾ അന്യർക്ക് നേരെ അതിക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിക്രമപ്പെട്ടവനുള്ള മുറിവുകളും കാര്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ എങ്ങനെയാണ് പ്രതിക്രിയ, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് പിന്നെ ദായധനം ആ വിഷയങ്ങൾ. അതേപോലെ തന്നെ പിന്നെ ഈ അസ്നാലുൽ ഇബിൽ എന്ന് പറയും, സക്കാത്തിൽ വിശേഷ ഒട്ടകങ്ങളുടെ പ്രായം, അതിൻ്റെ വിശദ വിവരങ്ങൾ. അതേപോലെ തന്നെ പിന്നെ അതിലുണ്ടായിരുന്നാണ് ഇപ്പോൾ ലാൻ അല്ലാഹു മൻ ലാന വാലിദൈ, ലാൻ അല്ലാഹു മൻ ദബഹ ലിഗൈരില്ല, ലാൻ അല്ലാഹു മൻ ഗയ്യറ മനാറൽ അർദ്, ലാൻ അല്ലാഹു മൻ ആവ മുഹദിസൻ. അള്ളാഹുവിൻ്റെ ശാപം ആരുടെ തലയിലാണ് വന്ന് വീഴുക, അവരെ കുറിച്ചുള്ളതായ ഒരു വിവരണം. ഇതൊക്കെയായിരുന്നു ആ ഏടുകളിൽ ഉണ്ടായിരുന്നത്. ഇത് ആരുടെ അടുത്തുണ്ടായിരുന്നത്? അലിയാരുടെ അടുക്കലുണ്ടായിരുന്നത്. ഹദീസ് രേഖപ്പെടുത്തിയിരുന്നു പല വിഷയങ്ങളുള്ള ഹദീസുകൾ. ഒന്നായിട്ട് ഒരു രചന ഇല്ലെങ്കിലും ഹദീസുകൾ രേഖപ്പെടുത്തുക എന്നുള്ളത് ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാനുള്ള ഉദാഹരണം ഞാൻ പറയുന്നത്. ഇതേപോലെ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് അദ്ദേഹത്തിൻ്റെ സഹീഫത്തു സ്വാദിഖ, നമ്മൾ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു അംർ
കുറിച്ച് ഞാൻ പറഞ്ഞില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ഹദീസ് എഴുതി വെച്ചിരുന്ന റാവിയാണ് ആര്, സഹാബിയാണ് ആര്? അബ്ദുല്ലാഹ് ഇബ്നു അംർ. റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞാണ്, എഴുതിക്കോ, എൻ്റെ വായിൽ നിന്ന് സത്യമല്ലാതെ ഒന്നും പുറത്തു വരില്ല. അദ്ദേഹം എഴുതിയിരുന്നു. അതിനാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഏടിനും തന്നെ പേര് അസ്സഹീഫത്തു സാദിഖ എന്നാണ്. മനസ്സിലായോ? സത്യസന്ധമായ ഏട് എന്നുള്ളതാണ്. പിന്നെ സെയ്ദ് ബിൻ സാബിത്ത്, പിന്നെ അത് നമുക്ക് ഇവിടെ വന്നാണ്. പിന്നെ ഉമറിനെ അയച്ച ആ സഹീഫ. അതേപോലെ പിന്നെ അബ്ദുല്ലാഹി ബിൻ അബി ഔഫ രേഖപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഏടുണ്ടായിരുന്നു, അബ്ദുല്ലാഹി ബിൻ അബി ഔഫിൻ്റെ അടുത്ത്. ഇമാം ബുഖാരി അത് സഹീഹുൽ ബുഖാരിയിൽ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അബൂ മൂസൽ അശ്അരിയുടെ അടുക്കൽ, അതേപോലെ ജാബിർ ബിൻ അബ്ദുള്ളയുടെ അടുക്കൽ, ഇവരുടെ ഒക്കെ അടുക്കൽ എന്തുണ്ടായിരുന്നു? ഹദീസുകൾ രേഖപ്പെടുത്തിയ സഹീഫകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് ഞാനിങ്ങനെ എഴുതിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിച്ച നാളിൽ തിരുമുഖത്ത് നിന്ന് നേരിട്ട് സുന്നത്ത് സ്വീകരിച്ചവർ, തിരുചര്യയിൽ നേരിട്ട് പഠിച്ചവർ, അന്ന് തന്നെ അവരെന്ത് ചെയ്തിരുന്നു? ഹദീസുകളെ രേഖപ്പെടുത്തിയിരുന്നു. അതൊരു ന്യൂനപക്ഷമല്ല, പിന്നെയോ വലിയൊരാൾ വിഭാഗം അത് രേഖപ്പെടുത്തിയിരുന്നു. ഇതിലപ്പുറം എന്ത് ചെയ്തിട്ടുണ്ട്? സുന്നത്ത് മനഃപ്പാടമാക്കിയവരും പഠിച്ചവരുമുണ്ട്. സുന്നത്ത് മനഃപ്പാടമാക്കിയവരും പഠിച്ചവരുണ്ട്. അത് നമ്മളിവിടെ എഴുതിയിട്ടില്ല. നമ്മുടെ വിഷയം എന്താണ്? വിഷയം ക്രോഡീകരണം, എഴുത്താണ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഞാൻ മനഃപ്പാടമാക്കിയിട്ട് ഇത് പകർത്തിയവരും പറഞ്ഞവരും ഇവിടെ ഉൾപ്പെടുത്താതെ എഴുതിയവരെ മാത്രം. ഇനി ഇതിൽ ഇപ്പോൾ സഹാബികൾ, എന്തിനാ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്? സഹാബികളുടെ കാലത്ത് എന്ത് ചെയ്തിരുന്നു? ഹദീസുകൾ രേഖപ്പെടുത്തി വെച്ചിരുന്നു എന്നുള്ളതാണ്. താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ഇതുപോലെ രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. എന്താ? ഇബ്നു അബ്ബാസിൻ്റെ അടുത്ത് ആരാ രേഖപ്പെടുത്തിയിരുന്നത്? ശിഷ്യൻ സഈദ് ഇബ്നു ജുബൈറാണ്. സഈദ് ഇബ്നു ജുബൈർ താബിഈയാണ്. അദ്ദേഹം ഇബ്നു അബ്ബാസ് കൽപ്പിച്ചതനുസരിച്ചായിരുന്നു അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നത്. അതേപോലെ തന്നെ മുജാഹിദ് ഇബ്നു ജബർ ഇബ്നു അബ്ബാസിന് നേരിട്ടുള്ള ശിഷ്യനാണ്. ഹദീസുകളെ രേഖപ്പെടുത്തിയിരുന്ന അദ്ദേഹം. ഇതേപോലെ അബൂ ഹുറൈറ പ്രമുഖ റാവി, അദ്ദേഹം ഹദീസ് പറയുമ്പോൾ ഇപ്പം ബഷീർ ഇബ്നു നഹീഖ് ഇബ്നു അബ്ബാസ് അല്ല അബൂ ഹുറൈറയുടെ ശിഷ്യനാണ്. മനസ്സിലായി? അദ്ദേഹം അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസുകളെ രേഖപ്പെടുത്തിയിരുന്നു. ഹദീസുകൾ കാണാൻ സാധിക്കും. ഇതേപോലെ നഹീഖ് ബഷീർ ബിൻ നഹീഖ്. ഇതേപോലെ പിന്നെ മസ്റൂഖ്, ഇമാം മസ്റൂഖ് ഇബ്നുൽ അജ്ദ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ പ്രമുഖ ശിഷ്യനാണ്. മനസ്സിലായി? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസ് മസ്റൂഖ് രേഖപ്പെടുത്തിയിരുന്നു. സഈദ് ഇബ്നുൽ മുസയ്യിബ്, അതേപോലെ തന്നെ പിന്നെ അങ്ങനെ തുടങ്ങിയ സഹാബികൾ ഹദീസ് രേഖപ്പെടുത്തിയ താബിഈങ്ങളിൽ ഏറ്റവും പ്രബലൻ ഇമാം ഇബ്നു ഷിഹാബിൻ സുഹരിയാണ്. മുഹമ്മദ് ഇബ്നു ഷിഹാബ് അസ്സുഹരിയാണ്. അദ്ദേഹം താബിഈങ്ങളിൽ ഏറ്റവും പ്രസിദ്ധനാണ്. ഹദീസ് പിന്നെ രേഖപ്പെടുത്തിയവരിൽ മുഹമ്മദ് ഇബ്നു ഷിഹാബിൻ സുഹരി, ഇമാം സുഹരി എന്ന് പറയുന്ന പണ്ഡിതൻ. ചിലർ പറയുന്നത് ഈ ഹദീസുകൾ റസൂലുള്ളാഹിൻ്റെ ഒന്നും സഹാബികളുടെ ഒന്നും കാലത്ത് രേഖപ്പെടുത്തിയിട്ട് തന്നെയല്ല, ആകെ രേഖപ്പെടുത്തി തുടങ്ങിയത് ആരിൽ നിന്നാണ്? സുഹരിയുടെ കാലം മുതലായെന്ന് പറയാറില്ല. അത് ശരിയല്ല, ആ വാർത്തയെ ശരിയല്ല. എന്നിവിടെ സുന്നത്തുകൾ തുടങ്ങിയിട്ടുണ്ട്, അന്ന് തന്നെ ഇത് എഴുതലും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് ബിൻ ഷിഹാബിൻ സുഹരിയുടെ സേവനം വളരെ പ്രസിദ്ധമാണ് താബിഈങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസിന് ഭയങ്കര പ്രയാസമുണ്ടായി. അമവി ഖലീഫയാണല്ലോ ഉമർ ബിൻ അബ്ദുൽ അസീസ്. അതായത് ഹദീസുകൾ മനഃപ്പാടമാക്കിയവരൊക്കെ മരണപ്പെട്ടു പോവുകയാണ്, സഹാബികളൊക്കെ മരിച്ചു പോകല്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥ വന്നപ്പം ഉമർ ബിൻ അബ്ദുൽ അസീസാണ് എന്ത് ചെയ്യുന്നത്? ഇതിന് മുൻകൈ എടുക്കുന്നത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് മുഹമ്മദ് ബിൻ ഷിഹാബ് സുഹരിയെ ഏൽപ്പിച്ച് എന്തിന്? ഹദീസുകളെ ക്രോഡീകരിക്കാൻ. അതേപോലെ ഉമർ ബിൻ അബ്ദുൽ അസീസ് അബൂബക്കർ ബിൻ ഹസം എന്ന് പറഞ്ഞിട്ട് മദീനയിൽ പണ്ഡിതനുണ്ടായിരുന്നു. അബൂബക്കർ ബിൻ ഹസമിനോട് പറഞ്ഞു ഹദീസുകൾ മദീനയിൽ വെച്ച് ക്രോഡീകരിക്കാൻ. മദീനയിലുള്ള ഹദീസുകൾ വിശിഷ്യ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ശിഷ്യയായ അംറ ബിന്ത് അബ്ദുറഹ്മാൻ വലിയ പണ്ഡിതയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശിഷ്യയാണല്ലോ. അതേപോലെ തന്നെ ഖാസിം ഇബ്നു മുഹമ്മദ്, ഇവരിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് ഹദീസുകളെ ക്രോഡീകരിക്കാൻ അബൂബക്കർ ബിൻ ഹസമിനോട് ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞു. അതേപോലെ മുഹമ്മദ് ബിൻ ഷിഹാബിൻ സുഹരിയോട് ഹദീസുകളെ ക്രോഡീകരിക്കാൻ പറഞ്ഞു. അത് മദീനയിൽ നിന്ന് മാത്രമല്ല, എല്ലായിടത്തും. പിന്നെ മദീനക്കാരോട് പ്രത്യേകിച്ച് ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞു ഹദീസുകൾ രേഖപ്പെടുത്താൻ. കാരണം ഹദീസ് അറിയുന്ന ആളുകളൊക്കെ മരിച്ചു പോവുകയാണ്, അപ്പോൾ രേഖപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ
ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൽപ്പന പ്രകാരം ഏറ്റവും കൂടുതൽ അന്ന് ഹദീസ് ക്രോഡീകരിച്ച പണ്ഡിതനാണ് ആര്? മുഹമ്മദ് ഇബ്നു ഷിഹാബിൻ സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ഹദീസ് ക്രോഡീകരിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഈ കാലഘട്ടത്തിലെ ക്രോഡീകരണത്തിൻ്റെ പ്രത്യേകത അതൊരു ഗ്രന്ഥരചനയായിട്ട് എന്ത് ചെയ്തില്ല, ഒരു രചനയായിട്ട് പുറത്തു വന്നിട്ടില്ല. പിന്നെ ഹദീസുകളെ ക്രോഡീകരിക്കുമ്പോൾ അതിൽ ഹദീസുകളുണ്ടാകും, സഹാബികളുടെ വാക്കുകളുണ്ടാകും, സഹാബികളുടെ ഫത്വകളുണ്ടാകും. പിന്നെ ഈ താബിഈങ്ങളായിട്ടുള്ള പണ്ഡിതന്മാരുടെ വരെ ഫത്വകളുണ്ടാകും. അങ്ങനെയുള്ളൊരു ക്രോഡീകരണമാണ് നടന്നത്. അതിൽ ഹദീസുണ്ട്, സഹാബികളുടെ വാക്കുകളുണ്ട്. പക്ഷേ എന്ത് നടന്നിട്ടുണ്ട്? ഒരു ക്രോഡീകരണം നടന്നിട്ടുണ്ട്. ഇത് അങ്ങനെ പിന്നെ ക്രോഡീകരിക്കാതെ വിട്ടൊരു കേസായിരുന്നില്ല എന്ന് മനസ്സിലാക്കാനാണ് ഇക്കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ നബിയുടെ കാലത്ത്, സഹാബികളുടെ കാലത്ത്, താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ഒക്കെ നടന്നതായ ക്രോഡീകരണമാണ്. അതിൽ ഞാൻ താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ഇവിടെ വിശദമായിട്ട് എഴുതിയിട്ടില്ല. അത് പിന്നെ കുറേ അതിന് ഉദാഹരണം പറഞ്ഞത് സയ്യിദ് ബിൻ ജുബൈർ, അതേപോലെ തന്നെ ബഷീർ ബിൻ നഹീഖ്, അതേപോലെ സയ്യിദ് ബിൻ മുസയ്യബ്, പിന്നെ തുടങ്ങി മുജാഹിദ് ബിൻ ജബർ തുടങ്ങിയിട്ടുള്ളതായ മസ്റൂഖിനെ പോലുള്ളതായ പണ്ഡിതന്മാർ എഴുതിയത്, സഹാബികളിനെ എഴുതിയതിൻ്റെ ഉദാഹരണങ്ങൾ ഇതേപോലെ കാണാൻ സാധിക്കും. അവർ എഴുതിയത് ഈ എഴുത്തുപോലെ ആയിരുന്നില്ല. പിന്നെയോ സുന്നത്തുകളെ തന്നെ നീണ്ട രീതിയിൽ അവരെഴുതി സംരക്ഷിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ അതോടൊപ്പം അതിൽ സഹാബികളുടെ വാക്കുകളും ഫത്വകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് ഒന്നാം നൂറ്റാണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്, സഹാബികളുടെ കാലത്ത്, പിന്നെ സഹാബികൾ ഇവിടെ 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ചില സഹാബികളെ ഉണ്ടായിരുന്നുള്ളൂ, മനസ്സിലായി. പക്ഷേ താബിഈങ്ങളും ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലുള്ള ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. 1-ാം നൂറ്റാണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജീവിച്ച ആ ഒരു 100 വർഷ കാലഘട്ടം ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച് മരിച്ചു. പിന്നെ സഹാബികൾ, താബിഈങ്ങൾ, പ്രമുഖന്മാർ ജീവിച്ച, വലിയ താബിഈങ്ങൾ ജീവിച്ച കാലഘട്ടത്തിലെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടാണ് ഇക്കാര്യം പറഞ്ഞത്. ഇനി 2-ാം നൂറ്റാണ്ട്, അതാണ് അത്തദ്വീനു ഫിൽ ഖർനി അസ്സാനി, 2-ാം നൂറ്റാണ്ടിലെ ഹദീസ് ക്രോഡീകരണം. 2-ാം നൂറ്റാണ്ടിൽ ഹദീസ് ക്രോഡീകരണത്തിന് നേതൃത്വം ആരാ? സിഗാറു താബിഈങ്ങളാണ്. താബിഈങ്ങളിൽ ചെറുപ്രായക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്രായത്തിൽ ക്രോഡീകരിച്ചു എന്നല്ല. പിന്നെയോ താബിഈങ്ങളിൽ ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിജ്റ 140 ശേഷം മരണപ്പെട്ടവരാണ്. ഹിജ്റ 140 ശേഷം മരണപ്പെട്ട ആളുകൾ ആണ്. ഹിജ്റ 140 മുമ്പായിട്ട് പ്രമുഖ താബിഈങ്ങളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്, വലിയ താബിഈങ്ങളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അതായത് സഹാബികളിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ചവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഏറെക്കുറെ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ സഹാബികളിൽ നേരിട്ട് സ്വീകരിച്ച താബിഈങ്ങളുടെ ഇവിടെ ജീവിച്ച അന്ന് ജനിച്ചവരുണ്ടാവും, മനസ്സിലായി. അവർ 140 ശേഷം അവരെന്ത് ചെയ്തിട്ടുണ്ട്? ക്രോഡീകരണം നടത്തിയിട്ടുണ്ട്. അന്ന് ഇവർ സഹാബികൾ ഇവിടെ ജീവിച്ച നാളിൽ ഇവർ ചെറുപ്രായക്കാരാണ്, ചെറിയ സഹാബികൾ, താബിഈങ്ങളാണ്. പക്ഷെ അവർ 140 ശേഷം പ്രമുഖരായി, വലിയവരായി. അവരാൽ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടു. അതേപോലെ തന്നെ ഈ താബിഈങ്ങളുടെ താബിഈങ്ങൾ അവരുടെ കാലശേഷവും ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടു. അപ്പോൾ പിന്നെ 2-ാം നൂറ്റാണ്ടിലെ ക്രോഡീകരണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിഗാറു താബിഈങ്ങളിൽ സഹാബികൾ ഇവിടെ ജീവിച്ചിരിപ്പുള്ളപ്പോൾ ജനിച്ച താബിഈങ്ങൾ, മനസ്സിലല്ലേ. അവർ സഹാബികളുടെ വിയോഗശേഷം എന്തായി? പിന്നെയാണ് എന്ത് ചെയ്ത് വലുതായത്. അതൊരു 140 ഹിജ്റയുടെ 140 അവരുടെ രചന തുടങ്ങുന്നത്. അതേപോലെ തന്നെ ഈ താബിഈങ്ങളുടെ ശിഷ്യന്മാർ അവർ സഹാബികളെ കണ്ടിട്ടില്ല. അതാണ് അത്ബാഉ താബിഈൻ. സഹാബികളെ കണ്ടില്ല. ഈ താബിഈങ്ങളുടെ ശിഷ്യന്മാർ, അവരുടെയും ഹദീസ് ക്രോഡീകരണം. അതാണ് ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൽ തുടർന്നുള്ളത്. പിന്നെ ചായ കുടിച്ചിട്ട് എടുക്കണം, അതല്ല തുടർത്തുക. ഇടയ്ക്കിടയ്ക്ക് ബോർഡിനെ അങ്ങനെ അടിച്ചാൽ മതിയാണ്. കല്ലേ ഇങ്ങനെ പറിച്ചല്ലേ, പറിച്ചാൻ പറ്റില്ല. നമുക്ക് വേഗം പറഞ്ഞു പോകാനുള്ളൂ കേട്ടോ. പക്ഷേ നോക്കി, ഈ 2-ാം നൂറ്റാണ്ടിലെ ക്രോഡീകരണം ഉണ്ടല്ലോ, സിഗാർ താബിഈങ്ങളും അതേപോലെ താബിഈങ്ങളുടെ ശിഷ്യന്മാരും അവർ ഹദീസുകളെ ക്രോഡീകരിച്ചപ്പോൾ അതിൻ്റെ പ്രത്യേകത
അതാണ് തത്തവർ തദ്വീൻ എന്നറിയും. ആ ക്രോഡീകരണം വികസിച്ച് സഹാബികളുടെ കാലഘട്ടത്തിലും മുതിർന്ന താബീങ്ങളുടെ കാലഘട്ടത്തിലും ഉണ്ടായ ക്രോഡീകരണമല്ല ഈ കാലഘട്ടത്തിൽ. എന്താ പ്രത്യേകത? ദുഹൂർ തഫ്രീഖ് ബൈന തദ്വീനി വ തസ്നീഫ് എന്നാണ്. ബൈന തസ്നീഫ് എന്ന് അന്നത്തെ ക്രോഡീകരണം ഉണ്ടല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാലഘട്ടത്തിലെ ക്രോഡീകരണം. അതെന്താ? പണ്ട് കേവലം എഴുതി വെക്കുക എന്നുള്ളതാണ്. ആ എഴുതി വെക്കൽ സ്വഭാവം ഉണ്ടല്ലോ, അത് കേവലം എഴുതുന്നതിൽ നിന്ന് രചനാഭാവത്തിലേക്ക് മാറി, ഒരു ഗ്രന്ഥരചനയുടെ ഭാവത്തിലേക്ക് മാറി. പ്രകടമായിട്ട് മാറിയിട്ടില്ല, പക്ഷെ അത് ആ വ്യത്യാസം തുടങ്ങി. അതായത് ഏടുകളിലൊക്കെ എഴുതലായിരുന്നു, പക്ഷെ ആ ഏടുകൾ എന്ത് ചെയ്തു? ഗ്രന്ഥങ്ങളാക്കുന്ന അവസ്ഥ വന്നു. ഇവിടെ ഈ തസ്നീഫും തദ്വീനും തമ്മിലുള്ള വ്യത്യാസം, തദ്വീനിൽ ഒക്കെ ഇങ്ങനെ എഴുതി വെച്ച് പോവുകയാണ്. ഒരധ്യായമോ ഇതിലൊക്കെ ഒരു ഹെഡിങ്ങോ, ആ ഹെഡിങ്ങിന് താഴെ കുറേ ഹദീസുകൾ അതിനോട് ഊറ് പുലർത്തുന്ന രീതിയിൽ അങ്ങനെ ആയിരുന്നില്ല ആദ്യകാലത്ത്. പക്ഷേ ആ ഒരു സ്വഭാവം വന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് കിതാബ് തൊഹാറ അല്ലേ, തൊഹാറത്തിൻ്റെ അധ്യായം, അതിൽ പിന്നെ ബാബുൽ വുളു അല്ലെങ്കിൽ ബാബുൽ മാ, ബാബുൽ നജാസ്, ഇങ്ങനെ അധ്യായങ്ങൾ, കുറേ അധ്യായങ്ങൾ അതൊരു കിതാബിന് താഴെ, ഓരോ അധ്യായത്തിന് കീഴിൽ കുറേ ഹദീസുകൾ. ഈ രീതിയിൽ രചന നടത്തുമ്പോഴാണ് എന്ത് ചെയ്യുക? അത് തസ്നീഫ് അല്ലേ. അതില്ല, ഹദീസുകൾ ഇങ്ങനെ എഴുതി വെക്കുകയാണെങ്കിലോ അതിന് തദ്വീൻ എന്ന് തന്നെ പറയാം, സാങ്കേതിക ഭാഷയിൽ. അപ്പോൾ തദ്വീനും തസ്നീഫും അതിലെ വ്യത്യാസം പ്രകടമാകാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്താ? കേവലം ഇങ്ങനെ എഴുതി വെക്കുക എന്നുള്ളതിനപ്പുറം ഇതിന് ഒരു ഗ്രന്ഥരചന രൂപത്തിലേക്ക് ഇത് വളരാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. പിന്നെ എവിടുന്നാണ് വഴി ഗ്രന്ഥരചനയിലേക്ക് ഇത് കൊണ്ടുവന്നത്? അതാണ് ഈ രചനയുടെ വിഷയങ്ങൾ അത് ഏടുകളിൽ നിന്ന്, സഹാബികൾ എഴുതിയ സഹീഫകളുണ്ടല്ലോ നമ്മൾ പറഞ്ഞില്ലേ, അതിൽ നിന്ന്, അതേപോലെ തന്നെ അവരെഴുതിയ ഖുറാസകൾ, നോട്ട് പുസ്തകങ്ങൾ എന്ന പോലെയുള്ള, അതേപോലെ തന്നെ സഹാബികളുടെയും താബീങ്ങളുടെയും ഫത്വകൾ, അതൊക്കെ അവരിൽ നിന്ന് സ്വീകരിച്ചിട്ട് അതാണ് എന്ത് ചെയ്തത്? ഇവർ രേഖപ്പെടുത്തിയത്. പക്ഷെ അവിടെയും പ്രത്യേകത, സഹാബികളുടെ വാക്കുകളും ഫത്വകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഹദീസുകൾ മാത്രം അവരെന്ത് ചെയ്തില്ല? രചന നടത്തിയില്ല. ആര്? സിഹാർ താബീങ്ങൾ, അത്ബാവ് താബീങ്ങൾ. പിന്നെയോ സഹാബികളുടെ വാക്കുകളും താബീങ്ങളുടെ ഫത്വകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അവരെന്ത് ചെയ്തു? അവർ രചന നടത്തി. പക്ഷേ ആ രചനയുടെ പ്രത്യേകത, സഹാബികളുടെ കാലഘട്ടത്തിൽ ഇതൊക്കെ സഹീഫകളിൽ മാത്രമായിരുന്നെങ്കിൽ ഇതിന് എന്ത് ചെയ്തു? ഒരു ഗ്രന്ഥരചനയുടെ സ്വഭാവം വന്നു ഇവരുടെ കാലഘട്ടത്തിലുള്ള രചനയ്ക്ക്. ഒരു പുസ്തക രൂപത്തിൽ അതിൻ്റെ ഒരു പ്രത്യേകത വന്നു. അങ്ങനെ കിതാബുകൾ എഴുതിയ സിഗാറു താബീങ്ങളും അത്ബാഉ താബീങ്ങളുമാണ് ഇവർ. മനസ്സിലായോ? ഞാൻ പറഞ്ഞു ഏത് വർഷം ശേഷമാണ് ഹിജ്റയുടെ 140 ശേഷം. നോക്കി നിങ്ങൾ, ഇസ്ലാമിക തലസ്ഥാന നഗരികൾ അന്ന് മക്ക, മദീന, പിന്നെ ഏതാ? സിറിയ, പിന്നെ ഈജിപ്റ്റ്, പിന്നെ ഇറാഖ്, ബസറ, കൂഫ, ഇറാഖ്, യമൻ, ഇങ്ങനെയാണ്. നോക്കി, അവിടങ്ങളിലൊക്കെയും ഹദീസ് രചനകളുള്ള പണ്ഡിതന്മാരുണ്ടായിരുന്നു. നോക്കാം നമുക്ക്. അബു മുഹമ്മദ് അബ്ദുൽ മലിക് ഇബ്നു അബ്ദുൽ അസീസ് ഇബ്നു ജുറൈജ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു അബ്ബാസിൻ്റെ ശിഷ്യനാണ്. 150 അദ്ദേഹം മരണപ്പെട്ട് മക്കയിൽ. ഇബ്നു അബ്ബാസിൻ്റെ നേരിട്ടുള്ള ശിഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, എന്നെങ്കിലും ഇബ്നു ജുറൈജ് മക്കയിൽ പണ്ഡിതനാണ്. ഇബ്നു അബ്ബാസിൻ്റെ ശിഷ്യന്മാരുടെ ശിഷ്യൻ ആയിരിക്കും ഇബ്നു ജുറൈജ്. അദ്ദേഹത്തിൻ്റെ രചന ഉണ്ടായിരുന്നു. ഇത് പിന്നെ സിഗാർ താബീൻ അല്ലെങ്കിൽ അത്ബാഉ താബീങ്ങളിൽ എണ്ണപ്പെടുന്ന പണ്ഡിതരാണ്. പിന്നെ രണ്ടാമത്തെ നോക്കി, മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ഇബ്ൻ യസാർ അൽ മുത്തലിബി, അദ്ദേഹം മദീനയിൽ രചന നടത്തി. മഅ്മർ ഇബ്നു റാഷിദുൽ ബസരി അസ്സൻആനി, അദ്ദേഹം യമനിൽ. സഈദ് ബിൻ അബി അറൂബ ബസറയിൽ. അബു അംർ അബ്ദുറഹ്മാൻ ഇബ്നു അംർ അൽ ഔസാഇ, ഇമാം അൽ ഔസാഇ എന്ന പണ്ഡിതൻ, ഇമാം ഔസാഇ സിറിയയിൽ. മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ അബീദ് മദീനയിൽ. റബീഉ ബിൻ സുബൈഹ് അൽ ബസറയിൽ. ശുഅബത്ത് ബിൻ അൽ ഹജ്ജാജ് ബസറയിൽ, വിശിഷ്യ ബസറയിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്, കൂഫയിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം. അബു അബ്ദുള്ള സുഫിയാൻ ബിൻ സഈദ് അസ്സൗരി, ഇമാം അസ്സൗരി, സുഫിയാൻ അസ്സൗരി കൂഫയിൽ. അല്ലൈസ് ബിൻ സഅദ് അൽ ഫഹ്മി ഈജിപ്തിൽ, ഇമാം ഷാഫിഈയോടൊപ്പം
ജീവിച്ച പണ്ഡിതനാണ് അല്ലൈസ് ബിൻ സഅദ്. വലിയ പണ്ഡിതനായിരുന്നു. അബൂ സലമ ഹമ്മാദ് ബിൻ സലമ ഇബ്നു ദീനാർ ബസറയിൽ. ഇമാം മാലിക് ബിൻ അനസ് എവിടെ? മദീനയിൽ ഇമാം മാലിക്. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് എവിടെ? ഖുറാസാനിൽ. ജരീർ ഇബ്നു അബ്ദുൽ ഹമീദ് അദ്ദബ്ബി റയ്യിൽ. റയ്യ് ഇറാഖിൽ അറിയപ്പെട്ട സ്ഥലം. അബ്ദുല്ലാഹ് ഇബ്നു വഹബ് അൽ മിസ്രിൽ ഈജിപ്തിൽ. വക്കീ ഇബ്നുൽ ജറാഹ് അർ-റുആസി കൂഫയിൽ ഇമാം. സുഫിയാൻ ഇബ്നു ഉയൈന മക്കയിൽ. വക്കീ ഇബ്നുൽ ജറാഹ് അർ-റുആസി കൂഫയിൽ. അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷ്ശാഫിഈ എവിടെ? ഈജിപ്തിൽ. അബ്ദുർ റസാഖ് ബിൻ ഹുമാം അസ്സനആനി. സനആയുടെ യമനിൽ. സനആ നോക്കി, ഇസ്ലാമിക തലസ്ഥാന നഗരികൾ അന്ന് ഈ നാടുകളാണ്. ആ നാടുകളിലൊക്കെയും രചനാ വൈഭവമുള്ള പണ്ഡിതന്മാർ, ഹദീസ് പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരവരുടെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. മനസ്സിലായി? ഇവരുടെയൊക്കെ രചനകൾ ഹദീസിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം പ്രസ്താവിയാണ്. അതുപോലെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ ഹദീസ് രചനയുടെ വിഷയത്തിൽ ഇമാം മാലിക്കിൻ്റെ രചന എന്താ? അൽ മുവത്തയാണ്. ഇമാം മാലിക്കിൻ്റെ അൽ മുവത്ത. മനസ്സിലല്ലേ? അൽ മുവത്ത 40 വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി 40 വർഷം കഠിനാധ്വാനം നടത്തിയിട്ടാണ് മുവത്ത രചിച്ചത്. അദ്ദേഹം അത് രചിച്ചു. എന്നിട്ട് അദ്ദേഹം അത് എന്ത് ചെയ്തു? പരിഷ്കരിച്ചു കൊണ്ടേയിരുന്നു. മനസ്സിലല്ലേ? അതിൽ പണിയെടുത്ത്, മനസ്സിലല്ലേ, അതിൽ നെല്ലും പതിരും വേർതിരിച്ച് അതേപോലെ പണിയെടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുവത്തയിലെ ഹദീസുകളുടെ എണ്ണം പറയുമ്പോൾ ഇമാം മാലിക്കിൻ്റെ മുവത്ത, അതിലെ ഹദീസ് യഹ്യ ബിൻ യഹ്യ അൽ അന്ദുലസി എന്ന് പറയും. യഹ്യ ബിൻ യഹ്യ അൽ അന്ദുലസി അദ്ദേഹം മുവത്തയിലെ ഹദീസുകളുടെ എണ്ണം 853 എന്നാണ് പറഞ്ഞത്. 853. അതേസമയം അബൂബക്കറിനുൽ അബുഹുരി എന്ന് പറയുന്ന പണ്ഡിതൻ മുവത്തയിലെ ഹദീസിൻ്റെ എണ്ണം പറയുന്നത് 1700 ചിലാണ്. 1720 ഇങ്ങനെയാണ്. 1720. എന്നിട്ട് അദ്ദേഹം അതിൽ സഹാബികളുടെ വാക്കുകൾ, ഹദീസുകൾ, താബീങ്ങളുടെ വാക്കുകൾ, അതൊക്കെ അതിൽ വേറെ എത്ര എണ്ണം എന്ന് പറഞ്ഞിട്ട് അത് ഇതാക്കുന്നുണ്ട്. ഏതായാലും ഈ എണ്ണ വ്യത്യാസം അബൂബക്കർ ഇബ്നുൽ അബുഹുരി അതേപോലെ തന്നെ യഹ്യ ബിൻ യഹ്യ അൽ അന്ദുലസി ഇവർ മുവത്തയിലെ ഹദീസുകൾ എണ്ണുമ്പോൾ ഈ വ്യത്യാസം പറയാൻ കാരണം എന്താ പറയുക? 40 വർഷം ഈ മുവത്ത തയ്യാറാക്കുന്നതിൽ ഇമാം മാലിക് എന്ത് ചെയ്തിട്ട് പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ഒഴിവാക്കി, അതേപോലെ തന്നെ ബലപ്പെട്ടത് വീണ്ടും അദ്ദേഹം ഉറപ്പ് വരുത്തി അതിൽ വെച്ച്. ഇങ്ങനെയായിരുന്നു ഇമാം മാലിക്കിൻ്റെ ഈ മുവത്തയുടെ ക്രോഡീകരണം. അപ്പോൾ ആദ്യ നാളുകളിൽ കണ്ടവരെന്ത് ചെയ്യും? അതിൽ കുറേ ഹദീസുകൾ ഏറെ എണ്ണും. അവസാന നാളുകളിൽ കണ്ടവരോ ഹദീസുകൾ കുറച്ച് എണ്ണും. അതാണ് അതിൻ്റെ വ്യത്യാസം. ആളുകൾ ഇതറിയാത്തവൻ എന്ത് പറയും? കണ്ട, ഒരാൾ 800 അറിയാം, വേറൊരാൾ 1700 അറിയാം, ഇതെന്താണ് എന്ന് പറയും. അത് എന്തുകൊണ്ട് എന്നുള്ളത് ആലോചിക്കില്ല. ഈ എണ്ണ വ്യത്യാസം കാരണം ഇതാണ്. ഇമാം മാലിക് അതിൽ പണിയെടുത്തത് കാരണത്താലാണ്. ഇമാം മാലിക്കിൻ്റെ മുവത്ത, അതിന് മുവത്ത എന്ന് പേരിടാൻ കാരണം ഈ രചനയിലൂടെ സുന്നത്തുകളെ ഇമാം മാലിക് ജനങ്ങൾക്ക് എളുപ്പമാക്കി. അതുകൊണ്ടാണ് എളുപ്പമാക്കപ്പെട്ടത് എന്ന അർത്ഥത്തിൽ മുവത്ത എന്ന ഗ്രന്ഥത്തെ തന്നെ പേരിട്ടത്. പിന്നെ മാത്രമല്ല, ഇമാം മാലിക് ഈ ഹദീസ് മദീനയിലെ 70 പണ്ഡിതന്മാർക്ക് ഈ ഗ്രന്ഥം മദീനയിലെ 70 പണ്ഡിതന്മാർക്ക് കാണിച്ചതാണ്. ആ 70 പണ്ഡിതന്മാരും ഈ മുവത്തയെ അംഗീകരിച്ചു എന്നാണ്. അപ്പോൾ പണ്ഡിതന്മാർ ഐക്യപ്പെടുകയും ഏകോപിക്കുകയും ചെയ്തു എന്ന അർത്ഥത്തിൽ മുവത്ത, അതിനാണ് മുവത്ത എന്ന് പറയുക. എളുപ്പമാക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലും മുവത്ത എന്ന് പറയും. പണ്ഡിതർ ഏകോപിച്ചു എന്നതിനാലും മുവത്ത എന്ന് പറയും. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുവത്ത എന്ന പേര് തൻ്റെ കിതാബിന് തിരഞ്ഞെടുത്തു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അള്ളാഹുവിൻ്റെ കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും അസഹായ കിതാബ് മുവത്തയാണ്. അള്ളാഹുവിൻ്റെ കിതാബ് കഴിഞ്ഞാൽ ഏതാ? അള്ളാഹിൻ്റെ കിതാബ് എന്താ? ഖുർആനാണ്. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സഹിയായ കിതാബ് ഏതാണ്? മുവത്തയാണ്. അതെന്താ പറയാൻ കാരണം? അപ്പോൾ ബുഖാരി എവിടെ? മുസ്ലിം എവിടെ? അതാണ്. ഇമാം ഷാഫി 204 മരണപ്പെടുമ്പോൾ ഇമാം ബുഖാരിക്ക് 10 വയസ്സ് തികഞ്ഞിട്ടില്ല. ഇമാം ഷാഫി 204 മരിക്കുന്നത്. 204 അല്ലെങ്കിൽ 205, 204. അപ്പോൾ ഇമാം ബുഖാരിക്ക് 10 വയസ്സ് തികഞ്ഞിട്ടില്ല.
എന്ന് പറഞ്ഞാൽ ബുഖാരി മുസ്ലിമൊക്കെ സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമൊക്കെ ഇമാം ഷാഫിക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, രചിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇമാം ഷാഫി പറഞ്ഞത് എന്ത്, അള്ളാഹിൻ്റെ കിതാബിന് ശേഷം ഏറ്റവും സഹിയായ കിതാബ് അത് മുവത്തയാണ് എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ വിഷയം എന്താണ്, പിന്നെ താബിഈങ്ങളിൽ സിഗാർ ഇവിടെ ജീവിച്ച നാളിൽ, താബിഈങ്ങളുടെ ശിഷ്യന്മാർ ഇവിടെ ജീവിച്ച നാളിൽ ഹദീസുകളെ ക്രോഡീകരിച്ചിരുന്നു, ഹദീസുകളിൽ രചന നടത്തിയിരുന്നു. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വിവിധ തലസ്ഥാന നഗരികളിൽ വിജ്ഞാനികളായ പണ്ഡിതരായ നിപുണരായ ആളുകൾ ജീവിച്ചിരുന്നു. അവർ ഹദീസുകളിൽ രചന നടത്തിയിരുന്നു. അതൊരു ചെറിയ ആൾക്കൂട്ടമൊന്നുമല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിങ്ങനെ പിന്നെ ഒരു മേൽവിലാസം അഡ്രസ്സും ഇല്ലാത്തൊരു സംഗതിയല്ല എന്ത് സുന്നത്ത് എന്ന് പറയുന്നത്. ആ രീതിയിലാണ് ചില ആളുകൾ ഇതിനെ പ്രചരണം നടത്തിയിട്ട് നിസ്സാരവൽക്കരിക്കുന്നത്. ഇത് ഇപ്പോൾ രണ്ടാം നൂറ്റാണ്ടുമായി ബന്ധപ്പെട്ട് ഇതിലൊക്കെ നമ്മളുണ്ടല്ലോ, ഇതൊന്നും ഇപ്പോൾ ഓരോരുത്തരെയും നമ്മൾ എന്ത് ചെയ്തില്ല, പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് ഇപ്പോൾ മൂവത്ത വിശദീകരിച്ചപ്പോൾ ഓരോരുത്തരും രചന വിശദീകരിക്കാൻ നമുക്ക് സമയമല്ല. ഇനി നമുക്ക് പിന്നെ ഇപ്പം നമ്മൾ രണ്ടാം നൂറ്റാണ്ടിലെത്തിയത് അല്ലേ, ശേഷിക്കുന്ന നൂറ്റാണ്ടുകളൊക്കെയും ബാക്കിയാണ്. അപ്പോൾ അത് കാരണത്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ ആ ഒരു പിന്നെ വിഷയങ്ങളിലേക്ക് കൂടി വരണം. ഇപ്പോൾ ഇമാം അബ്ദുർ റസാഖിൻ്റെയൊക്കെ മുസന്നഫ് അല്ലേ, ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ പിന്നെ പണ്ഡിതന്മാർ എഴുതിയ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ വിശദീകരിക്കപ്പെടേണ്ട ഭാഗങ്ങളാണ്. പക്ഷേ നമ്മളെല്ലാ നൂറ്റാണ്ടുകളെയും തൊട്ടു പോകേണ്ടതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ചില ഉദാഹരണങ്ങളിലൂടെ മാത്രം പരിമിതപ്പെടുത്താം. ഇനി നമുക്ക് ഇത് മൂന്നാം നൂറ്റാണ്ടാണ്. മൂന്നാം നൂറ്റാണ്ടിലെ വിഷയം അന്നത്തെ ക്രോഡീകരണം. കാരണം ഈ മൂന്നാം നൂറ്റാണ്ടാണ് ഹദീസ് ക്രോഡീകരണത്തിൻ്റെ വിഷയത്തിൽ സുവർണ കാലഘട്ടം എന്ന് പറയാൻ കാരണം പിന്നെ മുസ്നദുകൾ, അതേപോലെ സിഹാഹ്, സുനൻ, കുതുബ് സിത്ത, സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം, അതേപോലെ സുനൻ അബീ ദാവൂദ്, സുനൻ തുർമുദി, സുനൻ നസായി, സുനൻ ഇബ്നു മാജ, ഈ വകകളൊക്കെ, അതേപോലെ തന്നെ ഈ മുഖ്തലിഫുൽ ഹദീസ് മുഷ്കില എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഈ അലി ഇബ്നുൽ മദീനിൻ്റെ ഇഖ്തിലാഫുൽ ഹദീസ്, ഇമാം ഷാഫിയുടെ ഇഖ്തിലാഫുൽ ഹദീസ്, അതേപോലെ തന്നെ പിന്നെ ഇബ്നു ഖുതൈബയുടെ പിന്നെ ഒരു പിന്നെ രചന, ഇതൊക്കെയും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ഇതൊരു വിശാലമായ വിഷയമാണ്. ഇതിൽ നമ്മൾ ഇന്ന് മുസ്നദുകൾ തീർക്കണം എന്ന് വിചാരിച്ചിരുന്നു, മുസ്നദുകൾ. പക്ഷേ നമുക്കത് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റാം. അതോടൊപ്പം മാത്രമല്ല ഈ ഒരു കാലഘട്ടം ഞാൻ പറഞ്ഞു സുവർണ കാലഘട്ടമാണ്. അതുകൊണ്ട് ആ സുവർണ കാലഘട്ടത്തിൽ ശരിക്ക് സുന്നത്തിൻ്റെ വിഷയത്തിൽ വലിയ ഖിദ്മത്താണ്, വലിയ സേവനമാണ് എന്ത് ചെയ്തത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ നിർവഹിച്ചത്. വളരെ ത്യാഗോജ്ജലമായ ശോഭനീയമായ ഒരു സേവനമാണ് സുന്നത്തിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ നിർവഹിച്ചത്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ നമുക്കത് ആ ഭാഗം ഇതിനോടൊപ്പം വിശദീകരിക്കാം. ജസാക്കുമുല്ലാഹു ഖൈറൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.